മടങ്ങി വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു. താമരശ്ശേരി സ്വദേശിയായ പ്രവാസി അദിനാനെ അനസ് ആക്രമിക്കാൻ ലക്ഷ്യമിട്ടു എന്നതാണ് വിവരം. അദിനാനെ ആക്രമിക്കാൻ അനസ് കൊട്ടേഷൻ ഏൽപ്പിച്ചത് കൊടുവള്ളി സംഘാംഗമായ അൽസാജിനെയാണ്. അദിനാനെ വീട്ടിൽ കയറി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതിന്റെ തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു കഴിഞ്ഞു. പെരുമ്പാവൂർ അനസും കൊട്ടേഷനും സംഘവും തമ്മിലുള്ള ഓഡിയോ സംഭാഷണവും ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട്. അദിനാന്റെ വീട്ടിലെത്തിയ ശേഷം വീഡിയോ കോൾ വിളിക്കാൻ അനസ് നിർദ്ദേശിക്കുന്നതും ഇന്നോവ കാറിൽ അക്രമി സംഘത്തെ കൊണ്ടുപോകാമെന്ന് കൊട്ടേഷൻ ഏറ്റെടുത്തിയാൽ പറയുന്നതും ഈ സംഭാഷണത്തിലുണ്ട്. ഞാൻ വീട്ടിലെത്തിയില്ല. ഓ അത് കുഴപ്പമില്ല, ഒരു ഇന്നോവ ഫുള്ളാക്കി പോവാം. ഇക്ക ഒരു ഇന്നോവ ഫുള്ളാക്കി പോവാന്ന് പറഞ്ഞോ. ഞാൻ വിളിച്ചോളാം, ഇക്കനെ വിളിച്ചോളാം. അനസ് കൊട്ടേഷൻ നൽകിയ നിർദ്ദേശമാണ് നമ്മൾ കേട്ടത്. ഇങ്ങനെ പെരുമ്പാവൂർ അനസ് പലതരത്തിലുള്ള കൊട്ടേഷൻ പ്രവർത്തനങ്ങളും നടക്കുന്നു എന്ന കൃത്യമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. അനസുമായി ബന്ധമുള്ളവരുടെ വീടുകളിലും ഓഫീസുകളിലുമൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ATSഉം പോലീസ് സംഘവും ഒക്കെ തിരച്ചിൽ നടത്തുകയാണ്. ഇന്നലെ ആയുധങ്ങളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പെരുമ്പാവൂർ അനസിനെ പൂട്ടാൻ ശക്തമായ നീക്കങ്ങൾ നടത്തുന്നു. ഇതിന് വഴിവെച്ചതാവട്ടെ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തകളുമാണ്. ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നു. ടോം, ഈ ശബ്ദ സംപ്രേഷണം ഇതെന്ന് റെക്കോർഡ് ചെയ്തതാണ്? ഈ കൊട്ടേഷൻ, ഇത്തരം നീക്കങ്ങൾ എന്നു നടന്നു എന്നതാണ് പോലീസ് കരുതുന്നത്? ദിവസങ്ങളിൽ ന്യൂസ് 18 പുറത്തുവിട്ട പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ടും കൊച്ചി അധോലോകവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ATSഉം പോലീസും എറണാകുളം, മലപ്പുറം, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിലാണ് നിർണായകമായിട്ടുള്ള ചില ശബ്ദ സന്ദേശങ്ങളും ദൃശ്യങ്ങളും ATSഉം പോലീസും പിടിച്ചെടുത്തിരിക്കുന്നത്. ആ ദൃശ്യമാണ്, അതായത് ATS പിടിച്ചെടുത്ത ഓഡിയോ സംഭാഷണമാണ് പെരുമ്പാവൂർ അനസിനെതിരായിട്ടുള്ള നിർണായകമായിട്ടുള്ള തെളിവുകളിൽ ഒന്നാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. മനസ്സിലാക്കുന്നതനുസരിച്ച്, അതായത് നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് 4 മാസം മുൻപാണ് താമരശ്ശേരി, കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയായ അദിനാന്റെ വീട്ടിൽ കയറി ഒരു ഭീകരാദൃശ്യം സൃഷ്ടിച്ച രീതിയിൽ ഒരു സംഘം ഗുണ്ടാ സംഘങ്ങൾ, 7 പേരടങ്ങിയ ഗുണ്ടാ സംഘങ്ങൾ അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ഈ അദിനാൻ താമരശ്ശേരി സ്വദേശിയാണ്. പെരുമ്പാവൂർ അനസുമായി വർഷങ്ങളുടെ ബന്ധമുണ്ടായിരുന്ന, അനസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. നിലവിൽ ഇദ്ദേഹം, ഈ അദിനാൻ, വിദേശത്താണ്, ഗൾഫ് രാജ്യത്താണ്. പക്ഷേ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദിനാനും പെരുമ്പാവൂർ അനസും തമ്മിൽ തെറ്റുന്നു. അങ്ങനെയാണ് അദിനാനെ ആക്രമിക്കുന്നതിന് വേണ്ടി പെരുമ്പാവൂർ അനസ് കൊടുവള്ളി സംഘത്തിന് കൊട്ടേഷൻ നൽകുന്നത്. മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഓഡിയോ സംഭാഷണത്തിൽ പെരുമ്പാവൂർ അനസും കൊടുവള്ളി സംഘത്തിൽപ്പെട്ട അൽഷാജും തമ്മിലുള്ള ഒരു ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. ഈ അൽഷാജിനോട് പെരുമ്പാവൂർ അനസ് പറയുന്നുണ്ട്, അദിനാന്റെ വീട്ടിലെത്തിക്കഴിയുമ്പോൾ വീഡിയോ കോൾ വിളിക്കണം, കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തരാം. 7 പേരടങ്ങുന്ന ഇന്നോവ കാറിൽ ഒരു സംഘത്തെ കൊണ്ടുപോകാമെന്ന് അൽഷാജും പെരുമ്പാവൂർ അനസിനോട് പറയുന്നുണ്ട്. അങ്ങനെ അദിനാന്റെ വീട്ടിൽ 4 മാസം മുൻപ്, അതായത് ഫെബ്രുവരി മാസം, ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ അൽഷാജും സംഘവും അദിനാന്റെ വീട്ടിലെത്തുന്നു. അതിനാൽ വീടിനുള്ളിലായിരുന്നു. ആ സമീപത്തുള്ളവരും വീട്ടുകാരും പുറത്തിറങ്ങുന്നു. അവിടെ വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പിന്നീട് ഈ സംഘം, ഈ കൊടുവള്ളി സംഘം അത് മഞ്ചേരി സംഘത്തിന് കൊട്ടേഷൻ നൽകി എന്ന രീതിയിലാണ് പോലീസിന്റെ അന്വേഷണത്തിലും വ്യക്തമായിരിക്കുന്ന വിവരം. പക്ഷേ ഈ അൽഷാജാണ് കൊട്ടേഷൻ ഏറ്റെടുത്തത് എന്ന കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അൽഷാജിനെ കൂടാതെ ഈ മഞ്ചേരി സംഘത്തിൽപ്പെട്ട നിസാറിനെതിരെയും ഈ അദിനാൻ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. നേരത്തെ തന്നെ ഈ ഔറംഗസേബ്, ഇബ്രാഹിംകുട്ടി, നിഷിൽ, അദിനാൻ, ഈ 4 പേരും തങ്ങൾക്ക് പെരുമ്പാവൂർ അനസിന്റെ ഭാഗത്ത് നിന്ന് വധഭീഷണി ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതിയും നൽകിയതാണ്. ഏറ്റവും ആദ്യം, അതായത് കഴിഞ്ഞ 1.5 മാസം മുൻപാണ് ന്യൂസ് 18
ഗുണ്ടാ നേതാവ്, കൊച്ചിയിലെ ഗുണ്ടാ നേതാവായ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ അഭിമുഖം പുറത്തുവിട്ടത്. ആ അഭിമുഖത്തിൽ പെരുമ്പാവൂർ അനസിനെതിരായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതായത് പെരുമ്പാവൂർ അനസ് കൊട്ടേഷൻ നൽകുക മാത്രമാണ് ചെയ്തത്, അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് തന്റെ കീഴിലുള്ള ആളുകളെ കൊണ്ട് കൊട്ടേഷൻ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഇവിടെയും അത് തന്നെയാണ്. അതായത് അദിനാനോട് വ്യക്തിപരമായ പകയുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ അനസ് കൊടുവള്ളി സംഘത്തിന് കൊട്ടേഷൻ നൽകുകയാണ്. അതായത് അദിനാനെ വകവരുത്തുക എന്ന ലക്ഷ്യം. പക്ഷേ അവിടെ അത് ആ ശ്രമം പരാജയപ്പെട്ടു. അദിനാൻ പിന്നീട് വിദേശത്തേക്ക് കടക്കുന്നു. കാരണം ഈ പെരുമ്പാവൂർ അനസിനെ ഭയന്ന്, കാരണം എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത വ്യക്തിയാണ് പെരുമ്പാവൂർ അനസ് എന്ന ഭയം ഇവർക്കുണ്ട്. ഒരിക്കൽ തെറ്റിക്കഴിഞ്ഞാൽ, ആ സംഘത്തിൽ നിന്നും വേർപിരിഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ അവരെ വകവരുത്താനുള്ള ശ്രമം നടത്തും. അങ്ങനെയാണ് ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന, പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിലുണ്ടായിരുന്ന ഉണ്ണിക്കുട്ടനെ പെരുമ്പാവൂർ അനസും സംഘവും ചേർന്ന് കൊലപ്പെടുത്തുന്നത്. അങ്ങനെ ഇവരെല്ലാം, ഈ സംഘത്തിലുള്ളവരെല്ലാം, ഇവർ ഈ അനസിൽ നിന്നും ആ സംഘത്തിൽ നിന്നും വേർപിരിയുന്നവരെല്ലാം, തെറ്റിപ്പിരിയുന്നവരെല്ലാം വലിയ രീതിയിൽ ഒരു ഭയചകിതരാകുന്ന സാഹചര്യം പോലും ഉണ്ടായി. അങ്ങനെയാണ് അനസിൽ നിന്നും മറ്റൊരു സംഘം ഇവര് രൂപീകരിക്കുന്നു. നിരവധി പേർ അനസിനൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം പലരും മറുചേരിയിലേക്ക് ചാടിയ സാഹചര്യം പോലും ഉണ്ട്. കാരണം ഒപ്പം നിന്ന് പിന്നീട് കൂറുമാറിയവരെ അല്ലെങ്കിൽ മറ്റൊരു സംഘത്തിലേക്ക് പോകുന്നവരെ വകവരുത്തുന്ന ഒരു പ്രവണത, രീതിയാണ് പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവനുള്ളത് എന്ന കാര്യം കൃത്യമായും അന്വേഷണ സംഘത്തിനും മനസ്സിലായിട്ടുണ്ട്. നിലവില് കഴിഞ്ഞ ദിവസങ്ങളില് കൊച്ചിയിൽ മാഞ്ഞാലിയിൽ നടത്തിയ ഒരു റെയ്ഡില് പെരുമ്പാവൂർ അനസിന്റേതെന്ന് കരുതുന്ന 4 തോക്കുകൾ കണ്ടെടുത്തിരുന്നു. ഒരു കൊലക്കേസിലെ അടക്കം 7 കേസിലെ പ്രതിയായ റിയാസിന്റെ, മാഞ്ഞാലി സ്വദേശിയും റിയാസിന്റെ വീട്ടിൽ നിന്നായിരുന്നു 4 തോക്കുകൾ കണ്ടെടുത്തത്. റിയാസിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അത് പെരുമ്പാവൂർ അനസ് നൽകിയ, 3 വർഷം മുൻപ് നൽകിയ തോക്കാണെന്ന് റിയാസ് മൊഴിയും നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ തോക്കുകൾ ഉപയോഗിച്ച് ആരെങ്കിലും വകവരുത്തിയിട്ടുണ്ടോ, വെടിവെച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന, പെരുമ്പാവൂർ അനസിനെതിരെ ലഭിച്ചിരിക്കുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. ഈ അനസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന അദിനാനെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകുക, വകവരുത്താൻ കൊട്ടേഷൻ നൽകുന്ന ഓഡിയോ സംഭാഷണമാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. ടോം, ഈ CCTV ദൃശ്യങ്ങളിൽ ഒരു സംഘം ആളുകൾ ഇന്നോവ കാറിൽ വരിക, പുറത്തിറങ്ങുന്നതൊക്കെ കാണാം. ഈ കൊട്ടേഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവർ പോയ ആ ദൃശ്യങ്ങൾ തന്നെയാണോ ഈ CCTVയിലുള്ളത്? തീർച്ചയായും. കാരണം അദിനാന്റെ വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഇത് പോലീസും ATSും കണ്ടെടുത്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്, ഈ ഓഡിയോ സംഭാഷണവും കണ്ടെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അനസിനെതിരായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു നീക്കങ്ങൾ തന്നെയാണ് ഇനി ഉണ്ടാകാൻ പോകുക എന്ന് മനസ്സിലാക്കണം. കാരണം നേരത്തെ തോക്ക്, ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന റെയ്ഡില് തോക്ക് കണ്ടെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ദൃശ്യങ്ങൾ, അനസിനെതിരായിട്ടുള്ള നിർണായക തെളിവായിട്ടുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ റെയ്ഡ് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പെരുമ്പാവൂർ അനസിന്റേതെന്ന് കരുതുന്ന മറ്റു ചില തോക്കുകൾ, ആയുധങ്ങൾ കൽപ്പറ്റയിലെ ഒരു റിസോർട്ടിലുണ്ട് എന്ന കൃത്യമായ വിവരങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ആ റിസോർട്ടിന് കുഴിയെടുത്ത് പരിശോധിച്ചു. കാരണം ഒരിടത്ത് കുഴിച്ചിട്ടിരിക്കുകയാണെന്നാണ് അനസിനൊപ്പം ഉണ്ടായിരുന്ന ചില ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവർ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൽപ്പറ്റയിലെ ഒരു റിസോർട്ടിൽ അവർ കുഴിയെടുത്ത് പരിശോധന നടത്തിയിരുന്നു. പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വരും ദിവസങ്ങളിൽ അത്തരം പരിശോധന ഉണ്ടാകും. അതോടൊപ്പം തന്നെ തമിഴ്നാട് കോയമ്പത്തൂരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. ആ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചും പെരുമ്പാവൂർ അനസിന് നിരവധി കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അവിടെയും ആയുധങ്ങളുണ്ട്, ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ആയുധ ശേഖരമുണ്ട് എന്ന കൃത്യമായ വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും അനസിനെതിരെ ഈ അദിനാൻ നേരത്തെ പരാതി നൽകിയതാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പക്ഷേ കൃത്യമായ തെളിവ് ലഭിച്ചിരുന്നില്ല. അതായത് പെരുമ്പാവൂർ അനസാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയതെന്ന് അദിനാനും അന്ന് വ്യക്തമായിരുന്നില്ല. അദിനാൻ അന്ന് സംശയിച്ചത് മഞ്ചേരി സംഘത്തിൽപ്പെട്ട, മലപ്പുറം മഞ്ചേരി സംഘത്തിൽപ്പെട്ട നിസാറാണ് ഈ കൊട്ടേഷന് പിന്നിൽ, ഈ ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു അദിനാന്റെ സംശയം. പക്ഷേ ഇപ്പോൾ ഈ ഓഡിയോ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പെരുമ്പാവൂർ അനസും കൊടുവള്ളി സംഘത്തിൽപ്പെട്ട അൽഷാജും തമ്മിലുള്ള ഓഡിയോ ആണ്. അങ്ങനെയാണെങ്കിൽ അൽഷാജാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ശാസ്ത്രീയ പരിശോധനയുടെ മാത്രമേ ഈ രണ്ടുപേരുടെയും ഓഡിയോ ആണ്, ശബ്ദമാണ് ഇതെന്ന് തിരിച്ചറിയുകയുള്ളൂ. പക്ഷെ എന്തായാലും ഈ ഓഡിയോ സന്ദേശം, അതിന് പിന്നാലെ വന്നിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ, ഇതെല്ലാം രണ്ടും ഒന്നിച്ച് പരിശോധിക്കുമ്പോൾ ഇത് പെരുമ്പാവൂർ അനസ് നൽകിയ കൊട്ടേഷൻ ആണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അദിനാന്റെ വീടിന്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്.
ഇന്നോവ കാറിൽ ഒരു സംഘം വീടിന് മുന്നിലെത്തുന്നു. പക്ഷേ അന്ന് ആക്രമണം ആ പദ്ധതി അവർ പരാജയപ്പെടുന്നു. പിന്നീട് തൊട്ടു പിന്നാലെ അദ്നാൻ വിദേശത്തേക്ക് കടക്കുന്നു. നിലവിൽ അദ്നാൻ ഗൾഫിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്ത്, ടോം, ഈ ഇന്നലെ മുതൽ വലിയ പരിശോധനകൾ 2 ദിവസമായി നടക്കുന്നു. നിരവധി തെളിവുകൾ പിടിച്ചെടുക്കുന്നു. ഈ അനസ് വിദേശ രാജ്യങ്ങളിലാണ് മാറി മാറി നിൽക്കുന്നു എന്നതാണല്ലോ പോലീസിന് ലഭിക്കുന്ന വിവരം. അനസിനെ കേരളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അങ്ങനെ എന്തെങ്കിലും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ATSഉം പോലീസും ഇത് സംബന്ധിച്ച് പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾക്ക് ഇതിന്റെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. കാരണം തീവ്രവാദ പ്രവർത്തനങ്ങൾ പെരുമ്പാവൂർ അനസ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതിന് അവർ സംശയിക്കുന്ന കാര്യം ഈ തോക്കുകൾ കണ്ടെടുത്തതാണ്. ഈ 4 തോക്ക് മാഞ്ഞാലിയിലെ റിയാസിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത 4 തോക്ക് മാത്രമല്ല, പെരുമ്പാവൂർ അനസിന്റെ ശേഖരത്തിൽ നിരവധി ആയുധങ്ങളുണ്ട്, തോക്കുകളുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ ലഭ്യമായ, വെടിയുണ്ടകളുണ്ടെന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പിടിയിലായവരിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘങ്ങൾ നീങ്ങുന്നത്. സ്വാഭാവികമായും കേന്ദ്ര ഏജൻസികളുടെ പക്കൽ നിന്നും ഇനി ഇന്റർപോളിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറും. അങ്ങനെ അത് ദുബായ് പോലീസിനെ അറിയിച്ച് പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നിരവധി ക്രിമിനൽ കേസ്, കൊലപാതകമടക്കം, വധശ്രമമടക്കം, കൊട്ടേഷൻ, സ്വർണ്ണ പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്തടക്കം നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള പെരുമ്പാവൂർ അനസിനെ പോലുള്ള ഒരു ഗുണ്ടാ തലവൻ നാടുവിട്ട കാര്യം കേരളത്തിലെയോ കേന്ദ്രത്തിലെയോ അന്വേഷണ ഏജൻസികൾ അറിഞ്ഞില്ല എന്നത് അവരുടെ ഇന്റലിജൻസ് വീഴ്ചയായി തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ നമ്മൾ ന്യൂസ് 8 ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, പെരുമ്പാവൂർ അനസ് വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നതായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടപ്പോഴാണ് ഈ അന്വേഷണ ഏജൻസികൾ പോലും ഇത്തരം കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇവർ കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ മാസം തെരഞ്ഞെടുപ്പായിരുന്നു, അതിന്റെ തിരക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പോലീസ് ഈ ATSന്റെ അന്വേഷണത്തോട് സഹകരിക്കാനുള്ള ചില പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ, അത്ര തിരക്കുകളെല്ലാം മാറിയതിന് പിന്നാലെയാണ് മലപ്പുറം പോലീസിന്റെയും വയനാട് പോലീസിന്റെയും കൊച്ചി, എറണാകുളം റൂറൽ പോലീസിന്റെയും സംയുക്തമായിട്ടുള്ള പരിശോധന, ATSന്റെയും സംയുക്ത പരിശോധന വിവിധയിടങ്ങളിൽ നടന്നത്. ഒരേ സമയത്ത് തന്നെയായിരുന്നു വിവിധ ജില്ലകളിലും തമിഴ്നാട്ടിലും പരിശോധന നടന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്നും തൃശ്ശൂരിലേക്കും ഇനി ഇതിന്റെ അന്വേഷണം നീങ്ങുന്നുണ്ട്. കാരണം പെരുമ്പാവൂർ അനസും കൊടുവള്ളി സംഘങ്ങളും അതോടൊപ്പം ഈ മലപ്പുറം മഞ്ചേരി സംഘവും തമ്മിൽ ബന്ധമുണ്ട്. അങ്ങനെയെങ്കിൽ അവർ നടത്തിയിട്ടുള്ള മറ്റ് കൊട്ടേഷൻ പ്രവർത്തനങ്ങളിലേക്കും സ്വാഭാവികമായും അന്വേഷണം നീങ്ങും. നേരത്തെ രാമനാട്ടുകര വാഹനാപകടം നമുക്കറിയാം, സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ രാമനാട്ടുകര വാഹനാപകടത്തിൽ 5 യുവാക്കൾ കൊല്ലപ്പെട്ടത്, ആ എസ്കോർട്ട് പോയ വാഹനത്തിൽ 5 യുവാക്കൾ കൊല്ലപ്പെട്ടത് പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിലുള്ളവരാണെന്ന് ഔറംഗസേബ് വെളിപ്പെടുത്തൽ നടത്തിയതാണ്. സ്വാഭാവികമായും ഇനി അത്തരം പല കേസുകളുടെയും പുനരന്വേഷണം ആവശ്യമുണ്ട്. അതോടൊപ്പം നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്ത് കേസുകളുടെയും ഒക്കെ അന്വേഷണത്തിലേക്ക് ഇനി നമ്മുടെ ഏജൻസികൾ നീങ്ങേണ്ടി വരും. അതാണ് സാഹചര്യം. എന്തായാലും പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട നിർണായക നീക്കമാണ് പോലീസ് നടത്തുന്നത്. തെളിവുകൾ കൂടുതൽ പുറത്തുവരുന്നു.